ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണ കൊട്ടിക്കലാശത്തിന് തൊട്ടുമുമ്പായി അഭിമുഖവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. റിപ്പോർട്ടർ TV ചീഫ് എഡിറ്റർ നികേഷ് കുമാറിന് നൽകിയ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ദേഷ്യം കൊണ്ട് പൊട്ടിത്തെറിച്ചു. നിലപാടുകളിൽ സ്വയം വിമർശനം വേണോ എന്ന നികേഷിൻ്റെ ചോദ്യമാണ് സഖാവ് പിണറായി വിജയനെ ചൊടിപ്പിച്ചത്. മാധ്യമങ്ങൾ നിരന്തരം വിമർശിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തെങ്കിലും ആത്മവിമർശനം നടത്തണോ എന്ന നികേഷിൻ്റെ ചോദ്യത്തിലാണ് പിണറായി വിജയൻ അക്ഷോഭ്യനായത്. മാധ്യമങ്ങൾക്ക് നേരെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ക്ഷോഭം മുഴുവൻ. മാധ്യമങ്ങൾ നിരന്തരം മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ അതിലെന്തെങ്കിലും സ്വയം വിമർശനം വേണമെന്ന് തോന്നിയിട്ടുണ്ടോ എന്ന നികേഷിൻ്റെ ചോദ്യം സഖാവിനെ വെട്ടിലാക്കുന്ന ചോദ്യമായിരുന്നു. നിങ്ങൾ ചില മാധ്യമങ്ങൾ ചെയ്യുന്ന ചില ചെറ്റത്തരമുണ്ട്, അതിന് ഞാനാണോ സ്വയം വിമർശനം നടത്തേണ്ടത്? മാധ്യമങ്ങളല്ലേ സ്വയം വിമർശനം നടത്തേണ്ടത്? നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ എന്ന വ്യക്തിയെയാണോ ആക്രമിക്കുന്നത്? LDF എന്ന മേഖലയെ തന്നെയല്ലേ തകർക്കാൻ ശ്രമിക്കുന്നത്? അതല്ലേ വസ്തുത? അതെന്താണ് മറന്നു പോകുന്നതെന്ന് മുഖ്യമന്ത്രി പൊട്ടിത്തെറിച്ചു. സഖാവ് പിണറായി വിജയൻ എന്ന CPM നേതാവ് അത്രയല്ലേ പറഞ്ഞുള്ളൂ. മറിച്ച് വേറെ ആരായിരുന്നാലും അഭിമുഖം മതിയാക്കി എഴുന്നേറ്റ് പോയേനെ. ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു സംഭവം ഉണ്ടായല്ലോ. ഒരു മാധ്യമം ഒരു ചർച്ച നടത്തുകയാണ്. ആ ചർച്ചയിൽ രണ്ട് കൂട്ടരെ മത്സരിക്കുന്നുള്ളൂ. ആ രണ്ട് കൂട്ടരിൽ UDFും BJPയും മാത്രമേ ഉള്ളൂ. അവസാനം LDFിൻ്റെ ഒരു പാവം ഇവിടെ മത്സരിക്കുന്നു എന്നൊരു വാചകവും. യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന മത്സരത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് LDFിലെ പന്നിൻ രവീന്ദ്രനാണല്ലോ. അദ്ദേഹത്തെ അങ്ങ് തമസ്കരിക്കുകയാണ്. അത് പിണറായി വിജയനോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായിട്ടാണോ? ഇതാണ് സ്വീകരിക്കുന്ന രീതി. ഇത് സാധാരണ നിലവിട്ടിട്ടുള്ളതാണ്. ആ നില സ്വീകരിക്കുന്നതിന് അത്തരം ആളുകളാണ് സ്വയം വിമർശനം നടത്തേണ്ടത്. അതാണ് വിഷയമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. മാധ്യമങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉയർന്നിട്ടും അത്തരം കാര്യങ്ങളിൽ മാറ്റമില്ലാത്തതിനെക്കുറിച്ചും പിണറായി വിജയൻ പ്രതികരിച്ചു. മാധ്യമ വിമർശനം ഉന്നയിച്ചാലും ഇതിനൊന്നും മാറ്റം വരില്ല. കാരണം ഇതൊരു നിലപാടല്ലേ, അതിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരുന്നതല്ലേ, അതിനൊരു മാറ്റവുമില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ വിഷം കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞവരുടെ സന്തതി പരമ്പരകളാകുമ്പോൾ ആ നില തന്നെ തുടർന്നു പോകണം. അനുഭവത്തിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? ഇവിടെ എത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പങ്കാളിത്തം വഹിച്ച സർക്കാരുകളുണ്ടായി. ഈ നാടിന് പുരോഗതിയല്ലാതെ അധോഗതി ഉണ്ടായിട്ടുണ്ടോ? അധോഗതിയുടെ ഘട്ടത്തിൽ നിന്നും പുരോഗതിയുടെ ഘട്ടത്തിലേക്കല്ലേ നാടിനെ നയിച്ചിട്ടുള്ളത്? അതല്ലേ നമ്മുടെ അനുഭവം? മുഖ്യമന്ത്രി തുറന്നടിച്ചു. ഇത് നികേഷിൻ്റെ കാരണത്ത് ആഞ്ഞടിച്ചതിന് തുല്യമായി. വടി കൊടുത്ത് അടി മേടിക്കണമായിരുന്നു നികേഷെ. മുഖ്യമന്ത്രിയുടെ അഭിമുഖം സൈബറിടങ്ങളിൽ കയ്യടി നേടി. അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് രംഗത്ത് വന്നത്. ഏതായാലും മുഖത്ത് നോക്കി നികേഷിന് ചുട്ട മറുപടി കൊടുത്ത സഖാവ് പിണറായി വിജയന് ബിഗ് സല്യൂട്ട്.